നമസ്കാരം, ഞാൻ നിങ്ങളുടെ SP കണ്ണൂർ. രതിലീലകൾ മുറിവേൽപ്പിച്ച കുരുന്നു ജീവിതങ്ങൾ എന്ന എൻ്റെ സ്റ്റോറിയുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള കഥകളുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ജോൺസൺ ലീവിനെത്തിയപ്പോൾ മാത്യൂസിന് വീട്ടിലെത്തി. ഭാര്യയുടെ കസിൻ വന്ന സന്തോഷത്തിൽ മാത്യൂസ് വീട്ടിലുണ്ടായിരുന്ന ഒരു കോഴിയെ കൊന്നു കറി വെച്ചു. അത് കഴിച്ചുകൊണ്ട് ജോൺസൺ പട്ടാളത്തിൽ നിന്നും കൊണ്ടുവന്ന കുപ്പിയും പൊട്ടിച്ചു കുടിച്ച് അവർ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മൂത്ത മകൻ സണ്ണിക്കുട്ടി പനി കൂടി ഛർദ്ദിക്കാൻ തുടങ്ങി. ലില്ലിക്കുട്ടി വേഗം വീട്ടിലുണ്ടായിരുന്ന കരിക്കെടുത്തു സണ്ണിക്കുട്ടി ഓടുന്നു. മാത്യൂസും ജോൺസണും മദ്യപിച്ചുകൊണ്ട് തന്നെ ജോൺസന്റെ പട്ടാളത്തിലെ വീരസാഹസിക കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജോയിക്കുട്ടിയും ചിക്കൻ കറി ആസ്വദിച്ചുകൊണ്ട് അവരുടെ കൂടെ ഇരിപ്പുണ്ട്. അപ്പോഴത് സണ്ണിക്കുട്ടി ഛർദ്ദിച്ച് ചോര വരാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് മാത്യൂസ് വന്നു. ജോൺസൺ സണ്ണിക്കുട്ടിയെ തൻ്റെ കൈകൾ കൊണ്ട് വാരിയെടുത്തു. ഓട്ടോയിലേക്ക് കയറി. ലില്ലിക്കുട്ടിയും മാത്യൂസും ജോയിക്കുട്ടിയും കയറി അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴി സണ്ണിക്കുട്ടി അവശനായിക്കൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിലെത്തി പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സണ്ണിക്കുട്ടിക്ക് ന്യൂമോണിയാണ്, കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്യണം. സണ്ണിക്കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്തു. മാത്യൂസ് പറഞ്ഞു, ഞാൻ മകന് കൂടി ഇവിടെ നിൽക്കാം. ലില്ലി ജോൺസനെ കൂട്ടി പോയി രാവിലെ തന്നെ ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തിട്ട് വന്നാൽ മതി. ജോയിക്കുട്ടിയും കൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്യൂസ് മകൻ്റെ ഒപ്പം നിന്നു. മാത്യൂസിൻ്റെ അഭിപ്രായം പോലെ ലിലിയും ജോൺസണും ജോയിക്കുട്ടിയും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. വീടെത്തിയപ്പോൾ ജോയിക്കുട്ടി ഓട്ടോറിക്ഷയിൽ തന്നെ കിടന്നുറങ്ങിയിരുന്നു. ജോൺസൺ ജോയിക്കുട്ടിയെ എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് കയറിയത്. ലിലി ജോൺസണോട് പറഞ്ഞു, അവനെ താഴെ പായയിൽ കിടത്തിയാൽ മതി, നീ കട്ടിലിൽ കിടന്നോളൂ. പറഞ്ഞതുപോലെ ജോയിക്കുട്ടിയെ താഴെ കിടത്തി. ബാക്കിയുണ്ടായിരുന്ന മദ്യവും കോഴിക്കറിയും കഴിച്ച് ജോൺസൺ കട്ടിലിൽ കയറി കിടന്നു. ലിലി ജോൺസന്റെ ഒപ്പം കട്ടിലിൽ കയറി കിടന്നു. മദ്യലഹരിയിലുള്ള അവൻ്റെ ശരീരത്തിലേക്ക് സ്വന്തം കസിനാണെന്ന് പോലും ചിന്തിക്കാതെ അവൾ കയറി മേയാൻ തുടങ്ങി. ജോൺസൺ ഓടുത്തിരുന്ന മുട്ടിൻ്റെ അകത്തുകൂടി കൈകളിട്ടുകൊണ്ട് അവൾ അവൻ്റെ പൂവൻ പഴത്തിൽ കയറി പിടിച്ചു. ജോൺസൺ ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നത് ലിലി? അവൾ പറഞ്ഞു, എടാ, എനിക്ക് ഈ സാധനം വേണം. തൻ്റെ പൂവമ്പഴത്തിൽ ലില്ലി പിടികൂടിയപ്പോൾ ജോൺസന് അവനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അവനവളുടെ പാൽക്കുടത്തിൽ കയറി പിടിച്ചു തലോടാൻ തുടങ്ങി. അവൾ ചോദിച്ചു, നിനക്ക് പാൽ കുടിക്കാൻ ഇഷ്ടമാണോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ലില്ലി തൻ്റെ പാൽക്കുടങ്ങൾ അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ജോൺസൺ അത് വലിച്ചു കുടിച്ചു. ലില്ലി രഹസ്യവും കൊണ്ട് പുളകിതയായി. അവൾ തൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ ഊരി ദൂരേക്കെറിഞ്ഞു. പൂർണ്ണനഗ്നയായ ലില്ലിയെ കണ്ടപ്പോൾ ജോൺസണും അവൻ്റെ ആവേശം കൂടി. അവനും തൻ്റെ വസ്ത്രങ്ങൾ ഊരി മാറ്റി. ലില്ലി തൻ്റെ പാൽക്കുടങ്ങൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. തുളുമ്പിയ പാൽ അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ ഒട്ടി നിന്നു. അവൾ അവൻ്റെ ശരീരം മുഴുവൻ ഉമ്മൊഴിച്ചു. ശേഷം അവൻ്റെ പൂവമ്പഴത്തിലേക്ക് തൻ്റെ ഇരിക്കുമ്പോൾ ചിരിക്കുന്ന പൂവ് വിടർത്തി കയറിയിരുന്നു. എന്നിട്ട് അവനെ ചുംബിച്ചുകൊണ്ട് അവൾ കുതിരസവാരി തുടങ്ങി. ജോൺസൺ രതിസുഖ ലഹരി സഹിക്കാനാവാതെ അവളുടെ പാൽക്കുടങ്ങൾ ഞെക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് കുതിരസവാരിയുടെ വേഗത കൂടി വന്നു. തന്നിൽ നിന്നും എന്തോ താഴെ പോയതുപോലെ പെട്ടെന്ന് തളർന്നുകൊണ്ട് ലില്ലി അവൻ്റെ മുകളിലേക്ക് വീണു. അവൾ കുതിരസവാരിയിൽ തൃപ്തിയായി നിർത്തി. എന്നിട്ട് അവൾ അവനോട് പറഞ്ഞു, ഇനി നീ സവാരി തുടങ്ങും. ജോൺസൺ അവളുടെ മുകളിലേക്ക് ചാടിക്കയറി ഒരു പടയോട്ടം തന്നെ തുടങ്ങി. ആ രാത്രിയുടെ നിശബ്ദത അവരുടെ രതിസുഖ ലഹരി കൊണ്ട് നിറഞ്ഞു. വിയർപ്പ് കണങ്ങൾ ഒഴുക്കി അവർ ആ രാത്രി ആഘോഷിച്ചു. തൻ്റെ മകൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടിച്ച് കിടക്കുമ്പോഴും അവൾ ഓർക്കുന്നതേയില്ല. അവൾക്ക് അതിനേക്കാൾ വലുത് രതിസുഖമാണ്. രാത്രിയിൽ പാതിമയക്കത്തിൽ ജോയിക്കുട്ടി ലില്ലിയുടെ കാമക്കളികൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ ലില്ലിയോടുള്ള വെറുപ്പ് കൂടി വന്നു. അതുപോലെ തന്നെ 2 ദിവസം കൂടി ലില്ലിയും ജോൺസണും ആശുപത്രിയിൽ പോയി വന്നിട്ട് ഇതുപോലെ ജോയിക്കുട്ടിയെ ഉറക്കി കിടത്തിയിട്ട് തങ്ങളുടെ കാമനിലെ പ്രവർത്തികളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് തന്നെ പോയി. ദിവസങ്ങൾക്ക് ശേഷം സണ്ണിക്കുട്ടി ആരോഗ്യവനായി വീട്ടിലേക്ക് തിരിച്ചെത്തി. ജോൺസൺ തൻ്റെ ലീവ് കഴിഞ്ഞ് തിരിച്ച് പട്ടണത്തിലേക്ക് ഡ്യൂട്ടിക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജോയിക്കുട്ടിക്ക് കടുത്ത പല്ലുവേദന. ലില്ലി അവനെ കൂട്ടി വീടിനടുത്തുള്ള പല്ല് ഡോക്ടറെ ക്ലിനിക്കിലെത്തി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, പല്ല് പറിച്ച് കളയണം. അതിനു മുമ്പ് വേദനയുടെ മരുന്ന് അലർജി ഉണ്ടോ എന്ന് നോക്കണം. ഒന്ന് സാമ്പിൾ കുത്തിയിട്ട് 1/2 മണിക്കൂർ പുറത്ത് ഇരിക്കാൻ പറഞ്ഞു.
അപ്പോൾ ലില്ലിക്കുട്ടി പറഞ്ഞു, ഡോക്ടർ അവൻ പുറത്തിരിക്കട്ടെ, എൻ്റെ ഈ കോമ്പലൊന്ന് നോക്കാമോ? ജോയിക്കുട്ടിയെ പുറത്ത് വെയിറ്റിംഗ് റൂമിലിരുത്തി ഡോക്ടർ ലില്ലിക്കുട്ടിയുമായി ഡോർ അടച്ചു. അരമണിക്കൂർ പരിശോധന തുടങ്ങി. പരിശോധന കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ലില്ലിയുടെ വസ്ത്രങ്ങളൊക്കെ ആകെ അലങ്കോലമായിരുന്നു. ജോയിക്കുട്ടി അകത്തോട്ട് ചെല്ലുമ്പോൾ പരിശോധന പൂർത്തിയാക്കി ഡോക്ടർ തൻ്റെ പാൻറ്റിൻ്റെ സിബ് ഇടുന്നത് അവൻ കണ്ടു. അപ്പോൾ ജോയി മനസ്സിലാക്കി അവർ രണ്ടുപേരും എന്താണ് അകത്ത് ചെയ്തതെന്ന്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് മുമ്പോട്ടുള്ള എപ്പിസോഡുകൾ ആസ്വദിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് സ്റ്റോറിയുമായി വരാൻ എനിക്ക് സാധിക്കൂ. തുടരും. SP കണ്ണൂർ.